നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമിത വേഗതയിലാണ് ആ കാറ് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ ഇത്? ഞാനൊന്നും അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞതുമില്ല. എന്താ സംഭവിച്ചേ? ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. എന്താ സിസ്റ്റർ? നിങ്ങളുടെ അനിയന്റെ ആരോഗ്യസ്ഥിതി ഒരല്പം ക്രിട്ടിക്കലാണ്. ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണം. നിങ്ങൾ ഇങ്ങനെ ഇമോഷനായിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അത്യാവശ്യമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു എമൗണ്ട് അടച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രാജുവിന്റെ ഓപ്പറേഷൻ തുടങ്ങാൻ പറ്റൂ. ഓപ്പറേഷന് എത്ര സിസ്റ്റർ വേണ്ടേ? ഒരു 20 ലക്ഷം അഡ്വാൻസ് ആയിട്ട് ആദ്യം അടയ്ക്കണം. ബാക്കി ഓപ്പറേഷന് ശേഷം. രാജുവിന്റെ വൈഫ് ഇപ്പൊ തന്നെ തുക കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിരുന്നു. പക്ഷേ ആ കുട്ടി ഇതുവരെയും പറഞ്ഞ തുക അടച്ചിട്ടില്ല. ക്യാഷ് കാർഡ് സ്വൈപ്പ് ചെയ്ത് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് എത്രയും വേഗം ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. ശരി. ഏയ്, താൻ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? പേടിക്കണ്ട, എന്റെ വീട് ഇവിടെ അടുത്താ. ഞാൻ എത്രയും വേഗം ഇവിടെ അടയ്ക്കാനുള്ള കാശുമായിട്ട് വരാം. താൻ ചെന്ന് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇരിക്കും. രാജുവിനൊന്നും സംഭവിക്കില്ല. ദേ, താൻ ആ കണ്ണീര് തുടച്ചേ. സിസ്റ്റർ പറഞ്ഞൊന്നും അച്ഛനോടും അമ്മയോടും പറയരുത് കേട്ടോ. ഞാൻ ഉടനെ വരാം. നേഴ്സെന്നാ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലമ്മേ. എങ്ങോട്ടാ? ആരാ? ഞാൻ അച്ഛനെ കാണാൻ. മനസ്സിലായില്ല. ഞാൻ ഋതിക. ഞാൻ മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകളാ. എനിക്ക് അത്യാവശ്യം അച്ഛനൊന്ന് കാണണം. അയ്യോ സോറി മാഡം, എനിക്ക് ആളെ മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ടാ വർമ്മ സാറിന്റെ വീട്ടിലെ ഡ്യൂട്ടിക്ക്. 1 സെക്കൻഡ് മാഡം, ഞാനൊന്ന് കൺഫർമേഷൻ വാങ്ങിക്കോട്ടെ. പ്ലീസ് ഒന്ന് വേഗം വേണം. ജസ്റ്റ് 1 സെക്കൻഡ് മാഡം. ഓക്കെ സാർ. ഓ ഓ സാറിന്റെ മകളാണെന്നാ പറഞ്ഞത്. ഓക്കെ സാർ, ഓക്കെ. സോറി മാഡം, യു ആർ നോട്ട് അലൗഡ്. എന്താ? വർമ്മ സാറ് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാ. ആരെ അകത്തോട്ട് കയറ്റി വിടണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ മിനിസ്റ്ററുടെ മകളാണ്. എന്റെ ഭർത്താവ് അവിടെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക. എനിക്ക് ആ വിവരം അച്ഛനൊന്ന് അറിയിക്കണം. അകത്തെല്ലാവരുടെയും ഫോൺ ആണെങ്കിൽ ഓഫാ. താൻ എന്നെ അകത്തേക്ക് കയറ്റി വിട്. സോറി മാഡം, ഞാൻ അങ്ങനെ ചെയ്താ അതെന്റെ ജോലിയെ ബാധിക്കും. ഒരു കാര്യം ചെയ്യാം, മാഡം വർമ്മ സാറിന്റെ മകളാണെന്നതിൽ തെളിവായി എന്തെങ്കിലും പ്രൂഫോ വല്ലതും കാണിച്ചാൽ എന്റെ റിസ്കില് ഞാൻ മാഡത്തിനകത്തേക്ക് കയറ്റി വിടാം. മാഡത്തിന്റെ കയ്യിൽ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക്. ആധാർ കാർഡോ വോട്ടർ ഐഡിയോ അങ്ങനെ എന്തെങ്കിലും മതി. ഇല്ല അല്ലേ? സോറി മാഡം, എനിക്കൊന്നും ചെയ്യാനാവില്ല. ഇനി അവള് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ. പ്രതാപൻ അറിഞ്ഞതുപോലെ തന്നെ. എന്താ ശേഖര, എന്താ കാര്യം? ചേട്ടാ ചേട്ടന്ന് വന്നേ, ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന കണ്ടില്ലേ? വാ. എന്താ ശേഖര, എന്താ കാര്യം? ചേട്ടാ വാ. ശേഖര ചേട്ടാ ഒന്ന് വന്നേട്ടാ. എന്താ ശേഖര? ചേട്ടന്ന് വാ, അവിടെ ഒരു മീറ്റിംഗ് നടക്കല്ലേ? ഇതൊന്ന് കണ്ടേ. മന്ത്രി പ്രതാപ വർമ്മയുടെ മുൻ പിയും മകളുടെ ഭർത്താവുമായ രാജുവിന് വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്ക്. വഴിയരികിൽ നിൽക്കുകയായിരുന്ന രാജുവിനെ മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ
സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് രാജു. അടിയന്തരമായ ഒരു സർജറിക്ക് ഒരുങ്ങുകയാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ. രാജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടേഴ്സ് ഒന്നും തുറന്നു പറയുന്നില്ല. ഇതുവരെയും ഹോസ്പിറ്റലിനുള്ളിൽ മീഡിയാസിനെ ഒന്നിനെയും പ്രവേശിപ്പിച്ചിട്ടുമില്ല. ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത്. ഇടിച്ച കാർ ഏതാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപകടം നടന്ന പരിസരത്തൊന്നും ഒരു CCTV ക്യാമറ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യക്തമായൊരു രൂപം ആർക്കും തന്നെ അറിയാൻ കഴിയുന്നില്ല. അമിത വേഗതയിലാണ് ആ കാർ വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ ഇത്? ഞാനൊന്നും അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞതുമില്ല. എന്താ സംഭവിച്ചേ? അവനൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. ശരി, വാ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. പ്രതാപ, വാ ശരി, പോവാം. പ്രതാപ, നീ ഇതെവിടെ പോവാ? ചേച്ചി, രാജു ഹോസ്പിറ്റലാ. അവൻ ഹോസ്പിറ്റലായ നിനക്കെന്താ? ചേച്ചി, അവൻ നീ എന്ത് ചിന്തിച്ചാ ഈ ചാടി പുറപ്പെടുന്നേ? ഇലക്ഷനാ നടക്കുന്നേ. നീയേ സ്ഥാനാർത്ഥിയാ. നിന്ന് തിരിയാൻ പോലും നേരമില്ലാത്ത പ്രോഗ്രാംസാ നിനക്കുള്ളത്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടേ നീ ഇപ്പൊ രാജുവിന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യം എന്താ? രാജു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ? പ്രതാപ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഇപ്പൊ നീ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കാ. അതിൽ ശ്രദ്ധിക്കാതിരുന്നാലേ സംഭവിക്കുന്നത് വൻ നഷ്ടങ്ങളായിരിക്കും. രാജുവിന്റെ ചികിത്സയൊക്കെ ആശുപത്രിക്കാരൻ നടത്തിക്കോളും. അതിന് നീ അവിടെ ചെല്ലേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ തന്നെ നീ ഇപ്പൊ എന്തിനാ ഹോസ്പിറ്റലിൽ പോയി അവനെ കാണുന്നേ? രാവിലെ തന്നെ നിന്നോടൊപ്പം ഇലക്ഷൻ വർക്കിന് വരാമെന്ന് പറഞ്ഞു പറ്റിച്ചതല്ലേ രാജു നിന്നെ? അവനില്ലാത്ത ആത്മാർത്ഥത നിനക്കെന്തിനാ? ചേച്ചി, ഇത് നിന്നെ നിന്ദിച്ചതിന് ദൈവം അവന് കൊടുത്ത ശിക്ഷയാ. അംബിക ചേച്ചി, പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി ഏത് സിറ്റുവേഷനിലും ഞാൻ പറയും. അതിനാർക്കും എന്നോട് വിരോധം തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഞാനത് ഗൗനിക്കേയില്ല. ചേച്ചി കാര്യം അറിയാതെ രാജുവിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ചിലപ്പോ അവൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ആക്സിഡന്റ് സംഭവിച്ചതെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തോ? ഇല്ലല്ലോ. ഫോൺ അവൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.